ദൃശ്യം ഒന്നാം ഭാഗത്തിന്റെയും രണ്ടാം ഭാഗത്തിന്റെയും അത്ര തന്നെ ഇമ്പാക്ട് തരാൻ ദൃശ്യം 3 കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു സത്യമാണ്. പക്ഷേ ദൃശ്യം 3 മാത്രമായി എടുക്കുമ്പോൾ ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന സിനിമ തന്നെയാണ് ദൃശ്യം 3. ഒരുപാട് പ്ലോട്ട് ഹോളുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള നിരവധി ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അതൊക്കെ ശരിക്കും പ്ലോട്ട് ഹോളുകൾ തന്നെയാണോ, അതോ കാര്യങ്ങൾ മനസ്സിലാകാത്തതുകൊണ്ട് പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നുന്നതാണോ എന്നതാണ് പ്രധാന ചോദ്യം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദൃശ്യം 3യെ കുറിച്ചാണ്. അനാലിസിസ് വീഡിയോ ആയതുകൊണ്ട് തന്നെ തീർച്ചയായും സ്പോയിലേഴ്സ് ഉണ്ടാകും. അതുകൊണ്ട് സിനിമ കണ്ടവർ മാത്രം വീഡിയോ തുടർന്ന് കാണുക. സിനിമ കാണാത്തവർ ദയവ് ചെയ്ത് ബാക്കി കാണാതിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദൃശ്യം 3യുടെ അവസാനത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. വെൽക്കം ടു സിനിമോസഫി. സിനിമയുടെ തുടക്കത്തിൽ ജോർജ് കുട്ടി നിർമ്മിക്കുന്ന ദൃശ്യം എന്നു തന്നെ പേരുള്ള സിനിമയുടെ ക്ലൈമാക്സ് കാണിക്കുന്നുണ്ട്. അതേ ക്ലൈമാക്സ് തന്നെയാണ് ദൃശ്യം 3യുടെ അവസാനം നമ്മൾ കാണുന്നത്. അതുവരെ ആ കുടുംബം അനുഭവിച്ച വേട്ടയാടലുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കീഴടങ്ങുന്ന നായകനെയാണ് ജോർജ് കുട്ടി നിർമ്മിക്കുന്ന സിനിമയുടെ ക്ലൈമാക്സിൽ നമ്മൾ കാണുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് ജോർജ് കുട്ടിയും കീഴടങ്ങുന്നത്. അതവിടെ നിൽക്കട്ടെ, ദൃശ്യം 3യുടെ ക്ലൈമാക്സിൽ എന്താണ് നടന്നതെന്ന് പരിശോധിക്കാം. ദൃശ്യം 3യുടെ ക്ലൈമാക്സ് ആദ്യ 2 ഭാഗങ്ങളെ അപേക്ഷിച്ച് വളരെ സങ്കീർണമായ എഴുത്താണ്. സാഹിത്യത്തിൽ പ്രത്യേകിച്ച് നോവലിനും മറ്റും ക്ലൈമാക്സ് ത്രില്ലിംഗ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റൈറ്റിംഗ് ടെക്നിക്കാണ് 3 ടീയേർഡ് ക്ലൈമാക്സ്. ഒറ്റയടിക്ക് കഥ പറഞ്ഞു തീർക്കുന്നതിന് പകരം നായകന്റെ മുന്നിൽ 3 പ്രതിസന്ധികൾ വരികയും അതിനെയെല്ലാം നായകൻ ഘട്ടം ഘട്ടമായി തകർക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇത്. ദൃശ്യം 3യുടെ ക്ലൈമാക്സും ജിപി ജോസഫ് ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. പ്രേക്ഷകർക്ക് കൺഫ്യൂഷൻ ആക്കാൻ ഇതും ഒരു കാരണമായിട്ടുണ്ടാകും. ദൃശ്യം ഒന്നാം ഭാഗത്തിലും രണ്ടാം ഭാഗത്തിലും ജോർജ് കുട്ടിയുടെ ബുദ്ധിപരമായ നീക്കങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. എന്നാൽ ദൃശ്യം 3യിൽ അയാളുടെ മാനസിക വ്യാപാരങ്ങൾക്കും നിസ്സഹായതയ്ക്കുമാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഓക്കെ, എന്താണ് അവസാനത്തിൽ സംഭവിച്ചത് എന്ന് നോക്കാം. സിനിമയിൽ നോൺ ലീനിയറായി പറഞ്ഞ സംഗതികൾ ലീനിയറായി പറയാനാണ് ശ്രമിക്കുന്നത്. ലീനിയറായി കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ തന്നെ ക്ലൈമാക്സ് പെട്ടെന്ന് മനസ്സിലാകും. ഗീതയുടെയും പ്രഭാകറിന്റെയും മകനായ വരുണിനെ അവർക്ക് നഷ്ടമാക്കാൻ കാരണം ജോർജ് കുട്ടിയുടെ മകളായ അഞ്ജുവാണ്. തങ്ങളുടെ മകനെ ഇല്ലാതാക്കിയിട്ട് അഞ്ജു മാത്രം നല്ല രീതിയിൽ ജീവിക്കണ്ട എന്ന് പ്രഭാകർ തീരുമാനിക്കുന്നു. അതിനുവേണ്ടി അയാൾ ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കുന്നു. കുറെ കല്യാണ ബ്രോക്കർമാരെ പണം കൊടുത്ത് വശത്താക്കുന്നു. അതിൽ ഒരാളെ മാത്രം ജോർജ് കുട്ടിയുടെ വിശ്വസ്തനാക്കുന്നു. ബാക്കിയുള്ളവരെ പണം തട്ടുന്നവർ മാത്രമാക്കി ചിത്രീകരിക്കുന്നതിലൂടെ പ്രഭാകറിന് ഇത് വളരെ എളുപ്പം സാധ്യമാകുന്നു. പിന്നീട് പ്രഭാകർ ചെയ്യുന്നത് ജോർജ് കുട്ടി കാരണം ജീവിതം തകർന്നവരെ കണ്ടെത്തുക എന്നതാണ്. സഹദേവനിലേക്കും രാജനിലേക്കുമെല്ലാം അങ്ങനെയാണ് അയാൾ എത്തുന്നത്. ശേഷം അഭിര എന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തുന്നു. ഗൾഫിൽ വെച്ച് ബിസിനസ് തകർന്നപ്പോൾ അയാളുടെ കമ്പനിയിൽ പണം ഇൻവെസ്റ്റ് ചെയ്താണ് പ്രഭാകർ അഭിരയെ അയാളുടെ കൂടെ കൂട്ടുന്നത്. അഞ്ജുവിന്റെ കല്യാണാലോചന അഭിരയിലേക്ക് എത്തുന്നതുവരെ രാജനെയും ഭാര്യയെയും ഉപയോഗിച്ച് മറ്റുള്ള എല്ലാ ആലോചനകളും പ്രഭാകർ മുടക്കുന്നു. അവസാനം ജോർജ് കുട്ടി മകളെ അഭിരയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിക്കുന്നു. പ്രഭാകറിന്റെ അതുവരെയുള്ള പ്ലാൻ എല്ലാം വളരെ കൃത്യമായി നടന്നു. അങ്ങനെ അഞ്ജുവും അഭിരയും തമ്മിലുള്ള കല്യാണം നല്ല രീതിയിൽ കഴിയുന്നു. അതുവരെ കല്യാണം മുടക്കൽ മാത്രമാണ് പ്രഭാകറിന്റെ പ്ലാൻ എന്നാണ് ജോർജ് കുട്ടിയെ പോലെ നമ്മൾ പ്രേക്ഷകരും മനസ്സിലാക്കുക. എന്നാൽ അതായിരുന്നില്ല അയാളുടെ പ്ലാൻ. അഞ്ജുവിനെയും അഭിരയെയും ഹണിമൂണിനായി റിസോർട്ടിൽ എത്തിക്കുന്നു. അവിടെ വെച്ച് അഞ്ജുവിനെ മയക്കുമരുന്ന് നൽകി മയക്കിക്കിടത്തുന്നു. തുടർന്ന് സഹദേവനും അഭിരയും ചേർന്ന് അഭിരയുടെ രക്തം മുറിയിലാകെ തളിക്കുന്നു. മുറിയാകെ അക്രമം നടന്ന രീതിയിലാക്കി തീർക്കുന്നു. അഞ്ജു അഭിരയെ ആക്രമിച്ചു കൊലപ്പെടുത്തിയെന്ന് പോലീസിനെ കൊണ്ട് വിശ്വസിപ്പിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഇതുതന്നെയായിരുന്നു പ്രഭാകരന്റെ പ്ലാൻ. ഇതേ രീതിയിൽ തന്നെയാണ് വരുണിനെ അവൾ കൊലപ്പെടുത്തിയതെന്ന് എളുപ്പത്തിൽ വരുത്തി തീർക്കുക എന്നതായിരുന്നു പ്രഭാകരന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് അഞ്ജുവിന്റെ സൈക്കോളജിസ്റ്റിനെ കൊണ്ട് അവളുടെ റിപ്പോർട്ട് സഹദേവൻ തിരുത്തിക്കുന്നത്. മാത്രമല്ല സഹദേവന്റെ മകളായ യാമിയെ കൊണ്ട് ആ തരത്തിലുള്ള ഒരു നരേറ്റീവ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയെടുക്കുന്നുമുണ്ട്. എന്നാൽ പ്രഭാകരന്റെ പ്ലാൻ ഒന്നും വർക്കൗട്ടായില്ല. അഞ്ജുവിനെ ശാരീരികമായി ഉപദ്രവിക്കാതെയാണ് സഹദേവനും അവരെയും റിസോർട്ടിൽ നിന്നും പോകുന്നത്. കാരണം അവളുടെ ശരീരത്തിൽ മുറിവുകൾ ഇല്ലെങ്കിൽ അവൾ മാത്രമാണ് അക്രമം നടത്തിയത് എന്ന് പോലീസിന് എളുപ്പത്തിൽ വരുത്തി തീർക്കാൻ സാധിക്കുമായിരുന്നു. അഞ്ജു അപകടത്തിലാണെന്ന് മനസ്സിലാക്കുന്ന ജോർജ് കുട്ടി ഉടൻ തന്നെ റിസോർട്ടിലേക്ക് തിരിക്കുന്നു. യാത്രക്കിടയിൽ അയാൾ കാര്യങ്ങളെ ആ പഴയ ജോർജ് കുട്ടിയായി ഒന്നുകൂടെ കാണുന്നു. പല സിനിമകളിലെയും ദൃശ്യങ്ങൾ അയാളുടെ മനസ്സിലൂടെ മിന്നൽ വേഗതയിൽ പായുന്നു. അവിടെയാണ് ശത്രുക്കളുടെ ഇരട്ടക്കെണി അയാൾ തിരിച്ചറിയുന്നത്. റിസോർട്ടിലെ പ്രശ്നത്തിന് പുറമെ തന്റെ വീട്ടുപറമ്പിലും എന്തോ ഒളിപ്പിക്കാൻ സഹദേവൻ ശ്രമിച്ചിരുന്നു എന്ന് ജോർജ് കുട്ടി മനസ്സിലാക്കുന്നു. അവരെ കൊന്ന് അവിടെ മറവു ചെയ്യാനാണ് സഹദേവന്റെ പ്ലാൻ എന്ന് മനസ്സിലാക്കിയ ജോർജ് കുട്ടി ഉടൻ തന്നെ ഭാര്യയുടെ അനിയനെ വിളിച്ച് പുരയിടത്തിൽ കള്ളൻ കയറിയെന്നും പരിശോധന നടത്തണമെന്നും ആവശ്യപ്പെടുന്നു. ഇതിലൂടെ ജോർജ് കുട്ടിയുടെ വീട്ടുപറമ്പ്
പറമ്പിൽ അവരുടെ മൃതദേഹം കുഴിച്ചിടാനുള്ള സഹദേവന്റെ പദ്ധതി അയാൾ പൊളിക്കുന്നു. തുടർന്ന് തന്റെ സഹായിയായ ജോസിനെ വിളിച്ച് സഹദേവനെ പിന്തുടരാൻ ആവശ്യപ്പെടുന്നു. റിസോർട്ടിലെത്തുന്ന ജോർജ് കുട്ടി കാണുന്നത് അഞ്ജുവിനെതിരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന കൃത്രിമ തെളിവുകളാണ്. പോലീസും ഫോറൻസിക് ഉദ്യോഗസ്ഥരും എത്തിയാൽ അഞ്ജു കൊലപാതകിയാണെന്ന് ഉറപ്പിക്കുമെന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. ഇതിൽ നിന്നും അവളെ രക്ഷിക്കാൻ അയാൾ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ഒരു തീരുമാനമെടുക്കുന്നു. അയാൾ എത്രത്തോളം ഒരു ക്രിമിനൽ മൈൻഡുള്ള ആളായി മാറിയിരിക്കുന്നു എന്ന് ജോർജ് കുട്ടി തന്നെ തിരിച്ചറിയുന്നത് ഈ തീരുമാനം നടപ്പിലാക്കിയതിന് പിന്നാലെയാണ്. ആ തിരിച്ചറിവ് തന്നെയാണ് കുറ്റം സമ്മതിക്കാൻ അയാളെ പ്രേരിപ്പിക്കുന്നത്. അഞ്ജുവിനെ ക്രൂരമായി മർദ്ദിക്കുകയാണ് റിസോർട്ടിലെത്തുന്ന ജോർജ് കുട്ടി ചെയ്യുന്നത്. ഒരു പ്രതി എന്നതിൽ നിന്നും ഇരയാക്കി മാറ്റാൻ വേണ്ടിയാണ് ജോർജ് കുട്ടി അങ്ങനെ ചെയ്തത്. പോലീസ് എത്തുമ്പോൾ അവൾ ആക്രമിക്കപ്പെട്ട ഒരു ഇരയാണെന്ന് ഉറപ്പിക്കാനായിരുന്നു ഈ ക്രൂരമായ നീക്കം. പരിക്കേറ്റ അഞ്ജുവിനെ ആശുപത്രിയിലാക്കിയ ശേഷം ജോർജ് കുട്ടി നേരെ പോകുന്നത് സഹായിയായ ജോസിനൊപ്പം സഹദേവന്റെ വീട്ടിലേക്കാണ്. അവിടെ വെച്ച് അവർ സഹദേവനെ ആക്രമിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. സഹദേവൻ റിസോർട്ടിൽ വെച്ച് അഞ്ജുവിനെ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന രീതിയിലുള്ള ഒരു വ്യാജ കുറ്റസമ്മതമാണ് ജോർജ് കുട്ടി റെക്കോർഡ് ചെയ്യിപ്പിക്കുന്നത്. പ്രഭാകറിന്റെ നിർദ്ദേശപ്രകാരമാണ് സഹദേവൻ ഇത് ചെയ്തതെന്നും ഈ വീഡിയോയിലൂടെ ജോർജ് കുട്ടി സ്ഥാപിച്ചെടുക്കുന്നു. അഞ്ജുവിനെ രക്ഷിക്കാൻ വേണ്ടി റെക്കോർഡ് ചെയ്ത ഈ വീഡിയോ തെളിവായി വെച്ചുകൊണ്ടാണ് ജോർജ് കുട്ടി പിന്നീട് പ്രഭാകരനെ നേരിടുന്നത്. ശിക്ഷ 5 വർഷത്തിൽ ഒതുക്കുന്ന തരത്തിൽ കുറ്റപത്രം എഴുതണമെന്നടക്കമുള്ള ജോർജ് കുട്ടിയുടെ എല്ലാ ആവശ്യങ്ങളും പ്രഭാകർ സമ്മതിക്കുന്നത് ഈ തെളിവ് ജോർജ് കുട്ടിയുടെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ്. തന്റെ കുടുംബത്തെ ഇനി ഒരിക്കലും ഉപദ്രവിക്കില്ല എന്ന ഉറപ്പിന്മേൽ വരുണിന്റെ കൊലപാതക കുറ്റമേറ്റ് ജോർജ് കുട്ടി പോലീസിൽ കീഴടങ്ങുന്നു. ഈ ക്ലൈമാക്സിലൂടെ പ്രതിരോധിക്കാൻ ഏതറ്റം വരെയും പോകുന്ന, അതിനുവേണ്ടി സ്വന്തം മകളെപ്പോലും മുറിവേൽപ്പിക്കാൻ നിർബന്ധിതനാകുന്ന നിസ്സഹായനായ ഒരു പിതാവിനെയാണ് ജിത്തു ജോസഫ് വരച്ചുകാട്ടുന്നത്. ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന്റെ ധാർമ്മികമായ പതനം കൂടിയാണ് ഈ സീനുകളിലൂടെ വ്യക്തമാകുന്നത്. കീഴടങ്ങാൻ അയാളെ പ്രേരിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. അയാൾ പോലും അറിയാതെ ജോർജ് കുട്ടി ഒരു പക്ക ക്രിമിനലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അങ്ങനെ സംഭവിക്കാൻ പാടില്ലെന്ന തീരുമാനത്തിന്റെ പുറത്താണ് എല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടി അയാൾ കീഴടങ്ങാൻ തീരുമാനിക്കുന്നത്. എന്നാൽ അവിടെയും കഥ അവസാനിക്കുന്നില്ല. തനിക്ക് വേണ്ടത് വരുണിനെ കൊന്ന അഞ്ജുവിനെയാണെന്ന് ഗീതാ പ്രഭാകർ പറയുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൃശ്യം 4 വരുമെന്ന് ഉറപ്പാണ്. ദൃശ്യം 4ലേക്ക് ആവശ്യമായ കുറേയധികം ഹിന്റുകൾ ഈ സിനിമയിൽ ഇട്ടുപോകുന്നുണ്ട്. പല ചോദ്യങ്ങളും ബാക്കിയാകുന്നത് അതുകൊണ്ടാണ്. ബാക്കിയാകുന്ന ചോദ്യങ്ങളെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താണ് ഈ വീഡിയോയെക്കുറിച്ചും ദൃശ്യം 3 എന്ന സിനിമയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പങ്കുവെക്കുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസും കണ്ടു നോക്കുക. സിനിമയുടെ ഐഡിയോളജി അനാലിസിസ് ഒക്കെയാണ് ഈ ചാനലിൽ അധികം ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.